നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റിയുള്ള കുറച്ച് ചരിത്രങ്ങളും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബ്രീഫായിട്ടൊന്ന് പറയാൻ പോവുകയാണ്. നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോക്കോ ഷെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അതേപോലെ നമ്മുടെ റെയിൽവേ ക്വാർട്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്കറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അത് പഴയകാല കാര്യങ്ങളും വന്ന കാര്യങ്ങൾ, എന്നാണ് സ്റ്റേഷൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്, പിന്നെ ഇതൊരു വലിയൊരു ജംഗ്ഷനാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഈ മേഖലയിലെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ഒരു NH3 കാറ്റഗറിയിൽപ്പെട്ട റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ. നമുക്കിപ്പോൾ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പഴയ ഒരു മുഖച്ഛായയിൽ നിന്നും വ്യത്യസ്തമായി കുറേ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഫ്രണ്ട് ഡിസൈനൊക്കെ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു എയർപോർട്ടിന് നമ്മൾ പോകുന്ന നമ്മൾ ആ ഒരു ഫ്രണ്ട് ഒരു ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് വലിയൊരു എയർപോർട്ടിന് ഫീൽ കിട്ടുന്ന ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം പുതിയ ഒരു നമുക്ക് അതേപോലെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. അതേപോലെ പഴയതെടുത്ത് മാറ്റി പുതിയൊരു സ്റ്റെയറും കാണാനൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ലിഫ്റ്റ് കാണാനൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആൾക്കാർക്ക് കുറച്ചും കൂടിയും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ ഈ ലിഫ്റ്റ് ഇപ്പോൾ അധികം എല്ലാം സ്റ്റേഷനിലും വന്നിട്ടുണ്ട്. പക്ഷെ പറയുക, അതേപോലെ നമുക്ക് ഫ്രണ്ടൊക്കെ പാർക്കിങ്ങിന് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഫ്രണ്ടിൽ വരുമ്പോൾ മീൻസ് ഓട്ടോയ്ക്കായാലും എല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. റോഡും ചെറുത്. ഇപ്പോൾ ഒരു വൈഡ് ഏരിയ റെയിൽവേ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ടാക്സിക്ക് വേറെ ഏരിയ, ഓട്ടോയ്ക്ക് വേറെ ഏരിയ, പിന്നെ പേ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കര വലിയൊരു ഏരിയ ഉണ്ട്. ഏകദേശം 10 നമുക്ക് 200 മുകളിൽ വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മനോഹരമായിട്ട് എൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ നീറ്റ്ലി ചെടി ചട്ടിക്ക് വെച്ച് നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്, അതുപോലെ തന്നെ ക്ലീനിനെസ് ഒക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ കാണുമ്പോൾ. 1861 കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. ആദ്യമായിട്ട് കേരളത്തിൽ ട്രെയിൻ ഓടിയത് ബേപ്പൂരിൽ നിന്നും തിരൂരിലേക്കാണ്. പിന്നീട് 1862 ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആണോ? എല്ലാവർക്കും അറിയാം, ഏകദേശം നമുക്ക് 7 പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മുടെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് 1ാം പ്ലാറ്റ്ഫോമിലാണ്. അതുപോലെ നമ്മളൊരു പ്രധാന റെയിൽവേ ജംഗ്ഷൻ പറയാൻ കാരണം എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമുക്ക് ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് ഒരു പാതയുണ്ട്. ഭയങ്കര ഇന്ത്യയിൽ തന്നെ നമുക്കൊരു അടിപൊളി അല്ലേ, വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു റെയിൽവേ ലൈനാണ്. കാരണം ആ നിലമ്പൂരിലേക്ക് പോകുന്ന സ്റ്റേഷനായാലും എല്ലാം അടിപൊളിയാണ്. ഭയങ്കര സീനിക് ബ്യൂട്ടിയുള്ള ഒരു ലൈനാണ് കേട്ടോ അത്. അതുപോലെ തന്നെ നമുക്ക് ഷൊർണൂരിൽ നിന്നും കോഴിക്കോട് മംഗലാപുരം ഭാഗത്തേക്കുള്ള റൂട്ട് വരുന്നുണ്ട്. പിന്നെ ഷൊർണൂരിൽ നിന്നും പാലക്കാട് കോയമ്പത്തൂർ അങ്ങനെയുള്ള റൂട്ട് വരുന്നുണ്ട്. ബാംഗ്ലൂർ ആ ഒരു റൂട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഷൊർണൂരിൽ നിന്നും എറണാകുളം, ട്രിവാൻഡ്രം, കന്യാകുമാരി റൂട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ. ഞാനൊരു ഷൊർണൂരുകാരാണ്. നമുക്ക് അറിയാം, ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ അത്രയും തിരക്കേറിയ ഒരു റെയിൽവേ ജംഗ്ഷനാണ്. കാരണം നമ്മുടെ ഷൊർണൂരിനെ കുറേ പേർക്ക് അറിയപ്പെട്ടത് ഈ റെയിൽവേ ജംഗ്ഷൻ ഉള്ള കാരണമാണ്. പലയിടത്തും ഷൊർണൂർ നമ്മൾ സ്ഥലം പറയുമ്പോഴൊക്കെ ആ ട്രെയിനിൽ പോകുമ്പോൾ കാണാറുണ്ട്. അതൊരു അടയാളമായിരുന്നു. ഷൊർണൂർ മെയിനൊരു അടയാളം പറയുന്നത് നമ്മുടെ റെയിൽവേ ജംഗ്ഷനായിരുന്നു. ഭയങ്കര തിരക്കേറിയ റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ. പക്ഷെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു ശൂന്യമായ കണ്ട അവസ്ഥ നമ്മുടെ കൊറോണ കാലത്താണ്. അതായത് നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയും മേഖലയും എല്ലാം ഒരു തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ നമ്മൾ ആ ശൂന്യമായ ഒരു അവസ്ഥയിൽ കണ്ടത് കൊറോണ കാലത്താണ്. ഒട്ടേറെ പ്രമുഖരായ ആൾക്കാർ നമ്മുടെ ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ചരിത്ര രേഖകളിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് സ്വാമി വിവേകാനന്ദൻ്റെ കേരള യാത്രയാണ്. സ്വാമി വിവേകാനന്ദൻ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു ആല് നട്ടിരുന്നു. നമ്മൾ മുന്നത്തെ വീട്ടിലൊക്കെ നമ്മൾ പണ്ട് ചെയ്ത വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നട്ട ആലാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രധാന ചരിത്രത്തിലും ഒരു ഇടം പിടിച്ച ഒരു റെയിൽവേ ജംഗ്ഷൻ നമ്മുടെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ. നമ്മളെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ ഏറ്റവും പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതേപോലെ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ ജംഗ്ഷൻ ആയിരുന്നാൽ കൂടിയും മുൻകാലങ്ങളിൽ ദീർഘദൂര ട്രെയിനുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറേ വെട്ടി ചുരുക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ദീർഘദൂര ട്രെയിനുകൾ ഒരുപാടെണ്ണം വെട്ടി കുറച്ചുകൊണ്ടിരിക്കുന്നു റെയിൽവേ. കാരണം സമയം ലാഭിക്കാൻ വേണ്ടി ആയിരിക്കെങ്കിൽ കൂടിയും നമ്മുടെ ഈ റെയിൽവേ ജംഗ്ഷൻ്റെ പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമൃത് ഭാരത് സ്കീമിൽ ഉൾപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതിന് മുന്നോടിയായി 2023 പണികളെല്ലാം ആരംഭിച്ചിരുന്നു.
ഏകദേശം നമ്മൾ 2025 ഒക്ടോബറിൽ ഏകദേശം പണികളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫുട് ഓവർ ബ്രിഡ്ജ്, പുതിയൊരു ഫുട് ഓവർ ബ്രിഡ്ജ് ഒക്കെ വന്നിട്ടുണ്ട്. പഴയതെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് മുഖച്ഛായ കംപ്ലീറ്റ് മാറ്റിയിട്ടുള്ളത്. ഫ്രണ്ടിൽ പാർക്കിങ്ങും ഫ്രണ്ട് മുഖച്ഛായ ടോട്ടലി മാറ്റിയത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. സോ ഇന്നത്തെ നമ്മൾ ഈ കൊച്ചു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം പുതിയൊരു വിഷയമായി. ഇറ്റ്സ് മീ ഇൻ ദ സൈനിങ് ഓഫ്. ബൈ.